തമിഴ് രാഷ്ട്രീയത്തെയും സിനിമാ ലോകത്തെയും ഒരുപോലെ പിടിച്ചുലച്ചുകൊണ്ട് ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ജനനായകനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കേഷൻ നിഷേധിക്കപ്പെട്ടതും തുടർന്നുണ്ടായ രാഷ്ട്രീയ വാക്പോരും തമിഴ്നാട്ടിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആവേശത്തെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ്. വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രമായി പ്രഖ്യാപിക്കപ്പെട്ട ജനനായകൻ ജനുവരി 9 തിയേറ്ററുകളിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ റിലീസിന് തൊട്ടുമുമ്പ് സെൻസർ ബോർഡ് ചിത്രത്തിന് അനുമതി നിഷേധിച്ചതോടെ ദശലക്ഷക്കണക്കിന് ആരാധകർ നിരാശയിലായി. സർട്ടിഫിക്കേഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിലാക്കുകയായിരുന്നു. ചിത്രത്തിൽ അമിതമായ അക്രമരംഗങ്ങൾ ഉണ്ടെന്നും ഇന്ത്യൻ സൈന്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന ചില പരാമർശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുമാണ് സെൻസർ ബോർഡ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ രാഷ്ട്രീയ പ്രവേശനം തടയാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ബോധപൂർവമായ നീക്കമാണിതെന്നുമാണ് വിജയപക്ഷം വാദിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനാവശ്യമായ തടസ്സങ്ങൾ ഉന്നയിച്ച സിനിമയുടെ സർട്ടിഫിക്കേഷൻ തടയുകയാണെന്ന് വിജയ് തുറന്നടിച്ചു. ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ജനങ്ങളിലേക്ക് എത്താനിരിക്കുന്ന തന്റെ രാഷ്ട്രീയ സന്ദേശങ്ങളെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിജയുടെ സിനിമയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. സിനിമയെ സിനിമയായി കാണുമെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സെൻസർ ബോർഡിനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിന് വിജയ് പരസ്യമായി നന്ദി അറിയിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറങ്ങുന്ന വിജയ് തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് സഖ്യം ചേർന്ന് ഒരുമിച്ച് എന്നെ എതിർക്കുകയാണെന്നാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് പറഞ്ഞത്. തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് വിജയ് ആരോപിച്ചു. കരൂർ ഗൂഢാലോചന മുതൽ നമ്മുടെ അവസാന ചിത്രമായ ജനനായകൻ വരെ ഈ തിരഞ്ഞെടുപ്പിൽ എനിക്കെതിരെയുള്ള ആയുധമായി മാറ്റാൻ അവർ ശ്രമിച്ചു. നിങ്ങൾക്ക് നീതി തേടി തരാൻ വന്ന എനിക്കും നീതി വേണം. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കവേ അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു. തന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് വിജയ് ജനവിധി തേടുന്നത്. ചെന്നൈയിലെ പെരമ്പൂരും തമിഴ്നാടിന്റെ ഹൃദയഭാഗമായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റുമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിലെയും വിജയം തന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുമെന്ന് വിജയ് വിശ്വസിക്കുന്നു. തിരുച്ചി ഈസ്റ്റിൽ കടുത്ത പോരാട്ടമാണ് വിജയ് കാത്തിരിക്കുന്നത്. DMKയുടെ പ്രബലനായ MLA ഇനീഗോ ഇരുതരാജും AIADMKയുടെ K രാജശേഖരനുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികൾ. ശക്തമായ ത്രികോണ മത്സരത്തിന് ഈ മണ്ഡലം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സിനിമയും രാഷ്ട്രീയവും വേർപിരിക്കാനാകാത്ത തമിഴ് മണ്ണിൽ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ തടയപ്പെടുന്നത് ഇതാദ്യമായല്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ ഇത്തരമൊരു നീക്കം നടന്നത് വിജയ് ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ജനനായകൻ എന്ന സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജനകീയ നേതാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഇതിലെ ഡയലോഗുകളും ഗാനങ്ങളും ഭരണകൂട വിരുദ്ധമാണെന്ന സൂചനകൾ പുറത്തു വന്നതാണ് അധികൃതരെ ചൊടിപ്പിച്ചത്. സിനിമ പുറത്തിറങ്ങിയാൽ അത് വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന് BJP ഭയപ്പെടുന്നതായി വിജയാനുകൂലികൾ പറയുന്നു. വിജയ് പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞു തെളിഞ്ഞും നിരവധി നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. IT റെയ്ഡുകളും മറ്റ് നിയമ തടസ്സങ്ങളും ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്നു. എന്നാൽ ഇത്തരം തടസ്സങ്ങളെല്ലാം ജനകീയ കോടതിയിൽ നേരിടുമെന്ന ഉറച്ച നിലപാടിലാണ് താരം. പെരമ്പൂർ മണ്ഡലത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ വിജയുടെ സാന്നിധ്യത്തിന് സാധിക്കും. സിനിമയിലെ ജനപ്രീതി വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. തിരുച്ചിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച കരൂർ ഗൂഢാലോചന എന്തിനെക്കുറിച്ചാണെന്ന് അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കിയില്ലെങ്കിലും തന്റെ രാഷ്ട്രീയ യാത്രയുടെ ഓരോ ഘട്ടത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇത് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. DMK നേതൃത്വം വിജയ്ക്ക് നൽകുന്ന പിന്തുണ തന്ത്രപരമാണെന്ന് കരുതുന്നവരുമുണ്ട്. BJPയും AIADMKയും ഒരുപോലെ എതിർക്കുന്ന വിജയ് ഭാവിയിൽ DMKയുടെ സഖ്യകക്ഷിയാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് സ്റ്റാലിന്റെ പിന്തുണ വരുന്നത്. സിനിമയുടെ സർട്ടിഫിക്കേഷനായി വിജയ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കുമെന്നും തിരഞ്ഞെടുപ്പിന് മുമ്പ് സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിയമ ഉപദേശങ്ങൾ നൽകുന്ന സൂചന. സിനിമ റിലീസ് ചെയ്താൽ അത് വലിയൊരു രാഷ്ട്രീയ റാലിയേക്കാൾ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കണ്ടറിയണം. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധതയായിട്ടാണ് ആരാധകർ കാണുന്നത്. ചിത്രത്തിലെ സൈന്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ദേശസ്നേഹത്തിന് എതിരാണെന്ന വാദത്തെ വിജയ് തള്ളിക്കളഞ്ഞു. തന്റെ സിനിമയെന്നും നാടിന് ഗുണകരമായ സന്ദേശങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ലെന്നും അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു. തിരുച്ചി ഈസ്റ്റിലെ
പത്രിക സമർപ്പണത്തിനെത്തിയ വിജയെ കാണാൻ പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. ഇത് എതിർപക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ വിജയ് വിജയിച്ചാൽ അത് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകാം. ജനനായകൻ സിനിമയുടെ റിലീസും വിജയുടെ തിരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. സിനിമ ഒരു ആയുധമായി മാറുമ്പോൾ അത് വിജയെ തമിഴ്നാടിന്റെ യഥാർത്ഥ ജനനായകനാക്കി മാറ്റുമോ അതോ എതിരാളികൾ അദ്ദേഹത്തെ തളയ്ക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം.